നിലമ്പൂർ കരളായിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിനു പിന്നാലെ DFO ഓഫീസ് അടിച്ചു തകർത്തു PV അൻവറിന്റെ അനുയായികൾ. ഓഫീസിനകത്തെ ജനൽ ചില്ലുകൾ കസേരകൾ കൊണ്ട് അടിച്ചു തകർത്തു. PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DFO ഓഫീസ് ഉപരോധിച്ചു. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിശദാംശങ്ങളുമായി. ശാന്തകുമാർ, വലിയ പ്രതിഷേധമാണോ? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്? തീർച്ചയായും അതിരാ പ്രതിഷേധം തുടരുന്നു. PV അൻവർ MLAയുടെ നേതൃത്വത്തിലുള്ള DMK ജനകീയ യാത്ര നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വനം നിയമവുമായി ബന്ധപ്പെട്ടുള്ള നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു നിലമ്പൂരിൽ തന്നെ ഒരു ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്നാണ് അൻവറിന്റെ നേതൃത്വത്തിലുള്ള DMK പ്രവർത്തകർ DFO ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുകയും ഓഫീസ് ഇന്ന് ഞായറാഴ്ച പൂട്ടിക്കിടക്കുന്ന ഓഫീസ് തുറന്ന് ജനൽ ചില്ലുകളും അതിനകത്തുള്ള കസേരകളും എല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് എത്തിയാണ് ഇവരെ അവിടെ നിന്നും മാറ്റിയത്. തുടർന്ന് വേറെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അത് പോലീസ് വഴി തടയുകയും ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടം വൈകുന്നു. ഇത് ഈ വന്യമൃഗ ആക്രമണം നടത്തുന്ന മനുഷ്യരെ ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇതിനകത്ത് വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവർ മൃഗങ്ങളോടാണ് താല്പര്യം, മനുഷ്യജീവന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ MLAയുടെ നേതൃത്വത്തിലുള്ള DMK പ്രതിഷേധ സമരം തുടരുന്നത്. ഈ സമരം ഇപ്പോഴും തുടരും എന്ന് തന്നെയാണ് അൻവറിന്റെ നേതൃത്വത്തിലുള്ള DMK അറിയിക്കുന്നത്. ഇപ്പോഴും സമരം തുടരുക തന്നെയാണ്. ഈ റോഡിൽ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള മാർച്ചിനിടെ റോഡിൽ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. കൊല്ലപ്പെട്ട മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉടൻ തന്നെ ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് ആശുപത്രി അധികൃതരും പോലീസും അറിയിക്കുന്നത്. ശരി, എന്തായാലും കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം PV അൻവറിന്റെ DMK പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോഴും ഓഫീസ് ഉപരോധിച്ചുള്ള പ്രതിഷേധം തുടരുകയാണ്. Everybody,